ഹലോ ഗൈസ്, ഞാനിന്ന് പറയാൻ പോകുന്ന കണ്ണേർ ദോഷത്തെക്കുറിച്ചാണ്. അതായത് ചില ക്യൂട്ടായിട്ടുള്ള കുഞ്ഞുങ്ങൾ, അപ്പോൾ ഞാൻ സ്പീഡിൽ പറഞ്ഞാൽ എന്ത് കൂടുന്നതുകൊണ്ടാണ് ഗൈസ്, ക്യൂട്ടായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു എനർജിയാണ് കണ്ണേർ ദോഷം എന്ന് പറയുന്നത്. അത് ചില മനുഷ്യരുടെ ദൃഷ്ടി പതിയുന്നതുകൊണ്ട്, അത് അവരുടെ കുറ്റം കൊണ്ടല്ല, അവർക്ക് ജന്മന കിട്ടുന്ന ഒരു സിദ്ധിയാണ്, ഒരു നെഗറ്റീവായിട്ടുള്ള സിദ്ധിയാണ് ഈ കണ്ണേർ അഥവാ കണ്ണേർ ദോഷം എന്ന് പറയുന്നത്. മറ്റുള്ള ഒരു വസ്തുവിനെ, എന്ത് വസ്തുവിനെ നോക്കിയിട്ട് കൊള്ളാമെന്ന് പറഞ്ഞാൽ അത് നശിച്ചു പോകും. അത് ഒരിക്കലും അവരുടെ കുറ്റം കൊണ്ടല്ല, അവരെ കുറ്റവും പറയുകയല്ല. പക്ഷേ ഇത് ഈ ചില ക്യൂട്ടായിട്ടുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു കാര്യത്തിന് കുഞ്ഞുങ്ങളെ എടുത്ത് ആലോചിച്ച് കഴിയുമ്പോൾ അവർക്ക് പിറ്റേ ദിവസം മുതൽ അല്ലെങ്കിൽ അന്ന് രാത്രി മുതൽ കുഞ്ഞുങ്ങൾക്ക് ചൂടും പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ചില സിറ്റുവേഷൻ ആശുപത്രി കൊണ്ടൊന്നും നിൽക്കത്തില്ല, അവരുടെ ഭാവിയിലേക്ക് തന്നെ ഈ ഒരു എനർജി അല്ലെങ്കിൽ ഒരു ദോഷം നീണ്ടു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് മാറാൻ വേണ്ടി ഏറ്റവും പവർഫുള്ളായിട്ടുള്ള അഭിചാര തന്ത്രക്രിയയിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള കർമ്മമാണ്. അതായത് നമ്മുടെ ഈ ചെറുവിരൽ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി ഈ 4 വിരലുകൾ കൊണ്ട്, ഭരണി ആയിക്കോട്ടെ നമ്മുടെ അടുക്കളയിരിക്കണം, നമ്മൾ കുളിക്കുക ശുദ്ധിയായ ഒന്നും വേണ്ട, ഈ 4 വിരലുകൾ കൊണ്ട് കല്ലുപ്പ് എടുക്കുക. കല്ലുപ്പ് നമ്മുടെ ഉള്ളങ്കയിൽ വെക്കുക. വെച്ചതിന് ശേഷം ഈ ഒരു ചെടി കാട്ടുനെല്ലി എന്നൊക്കെ പറയും. ഇത് കർമ്മഭാഗമായിട്ട് ഇതിന് വിളിക്കുന്നത് പിന്നെ വശ്യഗന്ധി എന്നാണ് പറയുന്നത്. ഈ ഒരു സസ്യം ഇത് നമ്മൾ നമ്മുടെ കുഞ്ഞിൻ്റെ വന്നുപോയ അസുഖത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഇത് നടുക്ക് ഭാഗം കൊണ്ട് കെട്ടുക. നിങ്ങൾ എത്ര ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് ചെയ്യുന്നു അത്രയും പവർഫുള്ളാണ്. അതിനുശേഷം നമ്മളുടെ കല്ലുപ്പുമായിട്ട് കയ്യിൽ വെച്ചിട്ട്, ഞാൻ പേപ്പറിലല്ല, കയ്യിൽ ഞാൻ ചുരുട്ടി കാണിക്കുന്ന പോലെ ചുരുട്ടി സമസ്ത ഒഴിയുക കൊച്ചിനെ. അതായത് തല തൊട്ട് കാല് വരെ സമസ്ത 23 വട്ടം ഒഴിയുക. ഒഴിഞ്ഞതിന് ശേഷം ഇപ്പം എല്ലായിടത്തും ഗ്യാസ് ആണല്ലോ, അടുപ്പൊന്നുമില്ലല്ലോ, അപ്പോൾ പുറത്ത് ഒരു 2 ഇഷ്ടിക എന്തെങ്കിലും വെച്ച് അടുപ്പ് പോലെ കൂട്ടിയിട്ട് അതിലിട്ട് എരിക്കുക. ആരെങ്കിലും വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വല്ല വഴുതാരനെ വല്ലതും തല്ലിക്കൊന്ന് കത്തിക്കുകയാണെന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ ഇതിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഉണ്ടാകത്തില്ല. ഈ കണ്ണേർ എന്ന് പറഞ്ഞാൽ ഹൈ പവറായിട്ടുള്ള ഒരു എനർജി അവരുടെ കണ്ണിൽ നിന്ന് നമ്മുടെ കുഞ്ഞിലേക്ക് പതുക്കെ ലയിച്ച് ചേരുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് ചില സാഹചര്യങ്ങളിൽ ജീവിതകാലം മുഴുവനും ആ കുഞ്ഞിനെ അത് ബാധിക്കും. വിട്ടുമാറാത്ത അസുഖങ്ങളും പറഞ്ഞൊക്കെ അഴുക ഇതൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പം ഈ അമ്മമാരുടെ ശ്രദ്ധയ്ക്കാണ് ഞാൻ പറയുന്നത്, ഇത് പവർഫുള്ളാണ്, വിശ്വാസത്തോടുകൂടി ചെയ്യുക. ഇത് നല്ല ഒരു കർമ്മരീതിയാണ്. അപ്പോൾ നിങ്ങൾ എത്ര വിശ്വസിക്കുന്നോ അത്രയും ഫലം ഉണ്ടാവും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്.